ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവ് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെന്താണെന്ന്. ധോക്ല എന്ന് പറയും. ഇതിപ്പം ഗുജറാത്തീസിൻ്റെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടലമാവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്കപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. ഇത് ഞാൻ അരിച്ചെടുക്കുവാണ്. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിക്കില്ല, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിപ്പം 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടുകുറയ്ക്കുക ചെയ്യാം. പക്ഷേ ഈ വലിയ സ്പൂണിൽ 2 സ്പൂണാണ്. ഇതാണ് ഒരു കറക്റ്റ് മധുരമാണ്. ഒരുപാട് മധുരം നമ്മൾക്ക് ഉണ്ടാവില്ല ഇതിന്. പിന്നെ നമ്മൾ നാരങ്ങ നീര് ഒഴിക്കണം. നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഒഴിക്കുന്നത്. പകുതി നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വലിയ നാരങ്ങയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കണം. അപ്പം വെള്ളം നമ്മൾക്ക് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ല കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് ഇപ്പം ഒരു 1/4 കപ്പോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3/4 കപ്പ് വെള്ളം ഇതിനാവശ്യം വന്നിട്ടുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഈ സമയം കൊണ്ട് നമ്മൾക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. 1 ടീസ്പൂണാണ് എണ്ണയും 1 ടീസ്പൂൺ കടുകുമാണ് ഇടുന്നത്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ മൂടി വയ്ക്കുന്നുണ്ട്, പുറത്ത് പോകാണ്ടിരിക്കാനാണ്. അതിന് ശേഷം നമ്മൾക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് മതി. ഈ ഒരു സിറപ്പിനുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റായിരിക്കും ഈ സിറപ്പിന് തന്നെ. അപ്പോൾ നമ്മൾക്കിനി ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക, 1 ടീസ്പൂണോളം ഷുഗർ ഇടുക. നമ്മൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര കൂടുതലിടാം. പിന്നെ നമ്മുടെ പകുതി ലെമൺ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ പകുതി നാരങ്ങ നീരും കൂടെ ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ അത്രയും തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് ഇതിന് ശേഷം ചെയ്യേണ്ടത് സ്റ്റീം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ അടുപ്പിൽ വയ്ക്കുക. വെള്ളം താഴെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇപ്പം നമ്മൾക്ക് 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ മാവ്. അപ്പോൾ അതിലോട്ട് ശരിക്കും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഉപയോഗിക്കണം. 1/4 ടീസ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മാവ് ശരിക്കും ഫ്ലഫി ആയിട്ട് വരുവേ. ഇനി നമ്മൾ ഈ മാവിന് വേറെ ഏതൊരു പാത്രത്തിലോട്ട്, എണ്ണ തടവിയ പാത്രത്തിലോട്ട് വേണം ചേർക്കാൻ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗളിൽ തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. അതിനുശേഷം ആവിയിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് വേണം. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കുത്തി നോക്കുമല്ലോ കേക്കിൻ്റെയൊക്കെ, അതേപോലെ ചെക്ക് ചെയ്താൽ മതി. അപ്പം റെഡി ആയിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അരികൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് സാധാരണ കേക്ക് എടുക്കുന്നത് പോലെ എടുക്കുക ചെയ്യുന്നത്. ഇതിപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് പോലെ തന്നെ ഇരിക്കും ഇത് ശരിക്കും. പക്ഷേ കേക്ക് എന്ന് പറയുമ്പോൾ കടലമാവ് കൊണ്ടുള്ളൊരു കേക്കായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇത് പക്ഷേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ്. ഇത് സ്നാക്സ് ആയിട്ടും ഈവനിങ്ങിൽ നമ്മൾക്ക് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് സാധാരണ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കാറ്. ഇനി ഇതിലോട്ട് നമ്മൾ ആ സിറപ്പും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പം എളുപ്പമാണ് ഇത് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സിറപ്പൊക്കെ ഇതിനകത്തോട്ട് ചെന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ധോക്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ശരിക്കും മധുരം മാത്രമല്ല, അതുപോലെ പുളിപ്പ്, പിന്നെ എരിവ്, അതിൻ്റെ ഒരു ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളൊക്കെ കേക്ക് ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടും മറ്റുള്ളത് കൊണ്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ കടലമാവ് കൂടെ കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കി കഴിയുമ്പം ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.